ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റൂബീസ് കിച്ചൺ. എല്ലാ വ്യൂവേഴ്സിനും റൂബീസ് കിച്ചൻ്റെ വിശുദ്ധിനാശംസകൾ. ഇന്ന് ഒരു പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വിഷു ഒക്കെ അല്ലേ, അപ്പോൾ നല്ല സോതേറിയ പിങ്ക് പാലട പായസമായാലോ. ഇൻസ്റ്റൻറ്റ് പാലട മിക്സ് ഉപയോഗിച്ചാണ് ഞാൻ പായസം തയ്യാറാക്കാനായി പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നോക്കുന്നതിന് മുന്നേ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. കൂടെ തന്നെ ലൈക്ക്, ഷെയർ, കമൻറ്റ് എന്നിവ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്കിനി പോകാം വീഡിയോയിലേക്ക്. പാലട പായസം ഇഷ്ടമല്ലാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല. എല്ലാവർക്കും ഇഷ്ടമാണ്. അതുപോലെ തന്നെ നമുക്ക് ഒരു അവസരം, അതായത് നമ്മുടെ വിശേഷ അവസരങ്ങൾ വരുമ്പോൾ ഒരു പായസം നമ്മൾ തീർച്ചയായിട്ടും ഉണ്ടാക്കിയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ മിക്സ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ പിങ്ക് പാലട പായസം തയ്യാറാക്കാമെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാമോ? ആദ്യം ഒരു പാത്രം എടുത്ത് അടുപ്പത്ത് വയ്ക്കുക. ചുവട് കട്ടിയുള്ള ഒരു പാത്രമാണ് വേണ്ടത്. പാവട്ടം വലുതായിരിക്കണം. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര നമുക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കാം. ഒന്ന് കാരമലൈസ് ചെയ്ത് എടുക്കാനാണ് ഞാൻ ഇങ്ങനെ പഞ്ചസാര ഇട്ട് കൊടുത്തത്. ഇപ്പോൾ പഞ്ചസാരയൊക്കെ മെൽറ്റായി വരുന്നുണ്ട്, കളറൊക്കെ ചേഞ്ചായി വരുന്നുണ്ട്. ഒരു ഗോൾഡൻ ബ്രൗൺ നിറമായി അതിൽ നിന്ന് കുറച്ചുകൂടി ഡാർക്കായി വരുമ്പോൾ നമുക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം. ഇതിനായിട്ട് ഞാൻ 2 ലിറ്റർ പാലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കാരണം 2 ലിറ്റർ പാൽ വേണ്ട, 1.5 ലിറ്റർ ആയാലും മതിയാകും. പക്ഷേ കുറുകിയെടുക്കുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ 2 ലിറ്റർ പാല്. അതുപോലെ ഇതിൻ്റെ കൂടെ 2 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് പാല് നന്നായിട്ട് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. പാല് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇപ്പോൾ കുറച്ച് സമയമായിട്ടുണ്ട്, നമ്മുടെ പാലൊക്കെ നല്ല തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇൻസ്റ്റൻറ്റ് പാലട മിക്സിനെ നമുക്ക് ഇട്ട് കൊടുക്കാം. അരിയിലുള്ള പാലടയാണ് ഇത്. നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിനകത്ത് പഞ്ചസാര, ഏലക്ക, അട, അതായത് പാലട എന്നിവയാണുള്ളത്. ഞാൻ വാങ്ങിയ ഈ പാക്കറ്റിനുള്ളിൽ ഉണക്കമുന്തിരിയും കാഷ്യൂനട്ടും ഇല്ല. അപ്പം നമുക്ക് ഇത് എക്സ്ട്രാ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സാധാരണ മിക്സിൽ കാണാറുള്ളതാണ്, പക്ഷേ ഇതിൽ ഇല്ല. അപ്പോൾ നമുക്കിത് പ്രത്യേകം പിന്നീട് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പാലൊക്കെ നല്ല തിളച്ച് അടയെല്ലാം വെന്ത് വരുന്നുണ്ട്. ഏകദേശം ഒരു 20 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് വെന്ത് വരും. എന്നാലും ഞാൻ കുറച്ചുകൂടി കുറുകുന്നതിലേക്ക് വേണ്ടി കുറേ കൂടി ഞാൻ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഇത് ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇപ്പോൾ ഒരു 30 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നമ്മുടെ പാലടയൊക്കെ നന്നായിട്ട് വെന്ത് കുറുകി നല്ല പിങ്ക് നിറത്തിലായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. പാല് നന്നായിട്ടൊന്ന് കുറുകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും സമയം വച്ചിരുന്നത്. കുറുകി വരുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുന്നത്. നമ്മുടെ പാലട പായസം നല്ല കുറുകി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് മറ്റൊരു കടായി എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഉണക്കമുന്തിരി ഇട്ട് നന്നായിട്ട് ഫ്രൈ ആയി വരുമ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാലട പ്രഥമനിലേക്ക് ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഒരു നല്ല സൂപ്പർ ടേസ്റ്റോട് കൂടിയ പാലട പ്രഥമൻ റെഡി. ഇനി നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ചൂടോടു കൂടിയോ അല്ലെങ്കിൽ തണുത്തതിന് ശേഷമോ നമുക്ക് കഴിക്കാവുന്നതാണ്. അത്രയ്ക്ക് നല്ല സ്വാദാണ് നമ്മുടെ പാലട പ്രഥമന്. പാലട ഇഷ്ടമല്ലാത്ത ആരും തന്നെ ഉണ്ടാകില്ല, പ്രത്യേകിച്ച് കുറുകിയ നല്ല പിങ്ക് കളറിലുള്ള പാലട. ഈ വിഷുവിന് നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ അറിയിക്കുകയും വേണം. നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ് ഞങ്ങൾക്കുള്ള പ്രചോദനം. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എന്നിവ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.